ഹൗസ് ഓഫ് ദി ഡ്രാഗൺ സീരീസിൽ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് വലിയ പ്രയോറിറ്റി കൊടുക്കാത്തൊരു ക്യാരക്ടറാണ് ഹെലന ടർഗേറിയൻ എന്ന് പറയുന്നത്. കാരണം ഇത്രയും വലിയ യുദ്ധം നടക്കുന്നതിനിടയ്ക്ക് ഈ ഒരു ക്യാരക്ടറിന് അത്ര വലിയ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നായിരിക്കും പല ആളുകളും ചിന്തിക്കുന്നത്. പക്ഷേ ഈ ഒരു ക്യാരക്ടർ ലിറ്ററലി ഹൗസ് ഓഫ് ദി ഡ്രാഗൺസിലെ അതുപോലെ തന്നെ ഗെയിം ഓഫ് ത്രോൺസിലെ പല പ്രധാനപ്പെട്ട ഇവൻസും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഹെലന ടർഗേറിയൻ പ്രെഡിക്റ്റ് ചെയ്ത പല കാര്യങ്ങളും ഞാൻ ഈ ഒരു എപ്പിസോഡ് 1 എക്സ്പ്ലനേഷൻ വീഡിയോസിനകത്തും അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൻ്റെ ചില എക്സ്പ്ലനേഷൻ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടെ എപ്പിസോഡ് 1 എപ്പിസോഡ് 2 നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹെലന ടർഗേറിയൻ കൂടുതൽ കുറച്ച് കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തേക്കുന്നത്, അതായത് പുള്ളിക്കാരുടെ ചില ഡ്രോയിങ്സിലൂടെ പ്രെഡിക്റ്റ് ചെയ്തേക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അത് ലിറ്ററലി മൈൻഡ് ബ്ലോയിങ് ആണ്. അതായത് കണ്ടു കഴിയുമ്പോഴത്തേനും തന്നെ പുള്ളിക്കാരി എത്രത്തോളം വലിയൊരു ഡ്രീമറാണ് അല്ലെങ്കിൽ എത്രത്തോളം വലിയൊരു സീറാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോക്കകത്തോടെ നോക്കുവാൻ പോകുന്നത്. വിസേറിസ് ടർഗേറിയൻ ഓൾറെഡി ഏഗോൺ ഫസ്റ്റ് ടർഗേറിയൻ്റെ വിഷൻസിനെ പറ്റി പറയുന്നുണ്ട്. അതായത് വരാൻ പോകുന്ന ഗ്രേറ്റ് ബാറ്റിലിനെ പറ്റിയും വൈറ്റ് വോക്കേഴ്സിനെ പറ്റിയും അതിനുവേണ്ടി അദ്ദേഹം ആ ഒരു ഡാഗർ ഉണ്ടാക്കിയതൊക്കെ നമ്മുടെ വിസേറിസ് ടർഗേറിയൻ സീസൺ 1 പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിസേറിസ് ടർഗേറിയനും അദ്ദേഹത്തിൻ്റെ ഡ്രീമിനകത്തോടെ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടർഗേറിയൻസിനിടയിൽ തന്നെ ഡ്രീമേഴ്സ് ഉണ്ട്. അങ്ങ് പണ്ട് കാലം മുതൽക്കേ തന്നെ, അതായത് ഡൂം ഓഫ് വലേരിക്ക് മുന്നേ തന്നെ ഡൂം ഓഫ് വലേരി ഉണ്ടാവുമെന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് ടർഗേറിയൻസ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നേക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് ഈ ഡാൻസ് ഓഫ് ദി ഡ്രാഗൺസ് നടക്കുന്ന ഇവൻറ്റ്സ് വരെ ഇതുപോലത്തെ ഡ്രീമേഴ്സ് ഉണ്ടെന്ന് അവർക്ക് നല്ല കൃത്യമായിട്ട് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിലേറ്റവും തലമൂത്ത ഐറ്റമാണ് ഹെലന ടർഗേറിയൻ. കാരണം പുള്ളിക്കാരി ഒരു പക്ക സീറാണെന്ന് തോന്നുന്നു. അതുപോലെ കാര്യങ്ങളെ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹെലന ടർഗേറിയൻ്റെ റൂമിലെ വാൾസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പിക്ചേഴ്സ് കാണുവാൻ സാധിക്കും. ഈ പിക്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പടങ്ങളല്ല, ഒരുപാട് മീനിങ്സ് ഉള്ള പുള്ളിക്കാരുടെ ഡ്രീംസിലൂടെ കണ്ടിട്ടുള്ള കാര്യങ്ങളെ വരച്ച് വെച്ചിട്ടുള്ള പിക്ചേഴ്സാണ്. ആ ഒരു വാളിൽ ഒരുപാട് പിക്ചേഴ്സ്, ഒരുപാട് ഡ്രോയിങ്സ് നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കും. ഈ ഡ്രോയിങ്സിനകത്തുള്ള കാര്യങ്ങൾ തന്നെ പുള്ളിക്കാരി പിന്നീട് പറയുന്നുമുണ്ട്. അതിലൊന്നാമത്തെ ഒരു ഡ്രോയിങ് ആണ്, അല്ലെങ്കിൽ ആ ഒരു വാളിലുള്ള ഒരു പിക്ചറാണ് ഒരു ക്രൗണുള്ള എലി ഒരു കത്തിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഈ സംഭവം കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നത് നമ്മുടെ റോയൽ ലൈൻ ഹയർ ചെയ്തിട്ടുള്ള റാറ്റിനെയാണ്, അതായത് ബ്ലഡ് ആൻഡ് ചീസിനെയാണ് സിംപിൾ ചെയ്ത് ഉദ്ദേശിക്കുന്നത്. എനിക്ക് റാറ്റ്സിനെയാണ് പേടി എന്ന് ഹെലന ടർഗേറിയൻ ഫസ്റ്റ് എപ്പിസോഡിൽ പറയുന്നുണ്ട്. ആ ഒരു സംഭവം പുള്ളിക്കാരി ഒരു ഡ്രീമിലൂടെ കണ്ടതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പുള്ളിക്കാരി ഡ്രീമിലൂടെ കണ്ട കാര്യം അവിടെ വരച്ചും വെച്ചിട്ടുണ്ട്. അതായത് തൻ്റെ മകനെ ജെഹേറിസ് ടർഗേറിയനെ കൊല്ലാൻ വരുന്ന ബ്ലഡ് ആൻഡ് ചീസിനെ, അതായത് ആ ഒരു റാറ്റിനെ പുള്ളിക്കാരി കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്രൗൺ വെച്ച റാറ്റിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് സംഭവം. ഇതൊരു കോയിൻസിഡൻസ് അല്ലേ? പുള്ളിക്കാരി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർത്ത് വരച്ചതായിരിക്കും എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഞാൻ നെക്സ്റ്റ് സാധനം കാണിച്ചു തരാം. അതായത് ഒരു മനുഷ്യൻ, പക്ഷേ ആ ഒരു മനുഷ്യൻ്റെ തലയ്ക്ക് പകരം അവിടെ ഉള്ളത് ഒരു വുൾഫിൻ്റെ തലയാണ്. അപ്പം വുൾഫ് ഹെഡുള്ള ഒരു മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ ആരുമല്ല, റോബ് സ്റ്റാർക്കാണ്. റോബ് സ്റ്റാർക്ക് റെഡ് വെഡ്ഡിങ്ങിൻ്റെ സമയത്ത് മരിക്കുന്ന സമയത്ത് അവർ റോബിൻ്റെ തല വെട്ടിക്കളഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് അങ്ങേരുടെ വുൾഫിൻ്റെ തല വെക്കുന്നുണ്ട്. അതാണ് കൃത്യമായിട്ട് ആ ഒരു ഷോട്ടിനകത്തൂടെ കാണുവാൻ സാധിക്കും, ആ ഒരു ഡ്രോയിങ്ങിനകത്തൂടെ കാണുവാൻ സാധിക്കുന്നത്. പുള്ളിക്കാരി അടുത്ത സംഭവം, അതായത് ഗെയിം ഓഫ് ത്രോൺസിൽ നടക്കുന്ന കാര്യം വരെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും വിശ്വസിക്കാൻ പാടുള്ള ആൾക്കാർക്ക് ഞാൻ നെക്സ്റ്റ് സാധനം പറഞ്ഞുതരാം. അതായത് ഒരു ബോർ, കാട്ടുപന്നി ഒരു വുൾഫിൻ്റെ തല കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. മണ്ടയിൽ 2 വുൾഫിൻ്റെ തലയും കാണുവാൻ സാധിക്കുന്നില്ല. ഇത് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോബർട്ട് ബരാത്തിൻ മരിക്കുന്നത് ഒരു കാട്ടുപന്നി കുത്തിയാണ്. അപ്പോൾ ആ ഒരു റോബർട്ട് ബരാത്തിൻ മരിച്ചു കഴിഞ്ഞിട്ടാണ് ആക്ച്വലി നമ്മുടെ നെഡ് സ്റ്റാർക്കിനും തന്നെ സ്ഥാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയും പോകുന്നത്. അതായത് റോബർട്ട് ബരാത്തിൻ അവിടെ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. പക്ഷേ റോബർട്ട് ബരാത്തിൻ മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നെഡ് സ്റ്റാർക്കിന് നെഡിൻ്റെ തല പോയി. ഈ ബോർ കാരണം, അല്ലെങ്കിൽ ഈ ഒരു കാട്ടുപന്നി കാരണം വുൾഫിൻ്റെ തല പോകുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു സംഭവമാണ്. പുള്ളിക്കാരി ആ ഒരു ഫ്യൂച്ചറിന് ഇതുപോലുള്ള പല ഗ്ലിംസിലൂടെയാണ് കാണുന്നത്. അതൊക്കെ ഡ്രോ ചെയ്തും വെക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുള്ളിക്കാരുടെ ഡ്രീംസ് 100% ഷുവറായിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞു വെക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അതായത് ഒരു പുള്ളിക്കാരി, ഒരു സ്ത്രീ, ഒരു നേക്കഡ് ആയിട്ടുള്ള സ്ത്രീ ഇങ്ങനെ തീ നിന്ന് കത്തുവാണ്. അങ്ങനത്തെ ഒരു ഷോട്ടാണ് പുള്ളിക്കാരി അവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നത് ആരാണെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഡാനേറിയസ് ടർഗേറിയനാണ്. ഡാനേറിയസ് ദ അൺബേൺഡിനെയാണ് അവിടെ കൃത്യമായിട്ട് പുള്ളിക്കാരി പ്രതിപാദിക്കുന്നത്. അതായത് നമ്മുടെ ഡാനേറിയസ് ടർഗേറിയൻ സീസൺ 1 ക്ലൈമാക്സിൽ തീയിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ 3 ഡ്രാഗൺസും വിരിഞ്ഞിട്ട് ഡാനേറിയസ് തന്നെ കോൺക്വസ്റ്റിനായിട്ട് പോകുന്നത്. അത്രയും വലിയൊരു ഇവൻറ്റിനെയാണ് പുള്ളിക്കാരി അവിടെ സിമ്പിളായിട്ട് പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഹെലന ടർഗേറിയൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ പൊട്ടൻഷ്യൽ എത്ര മാത്രമുണ്ട്, പുള്ളിക്കാരി എത്ര വലിയ ഡ്രീമറാണെന്ന് നമുക്ക് അറിയുവാൻ സാധിക്കും. മേ ബി നമ്മുടെ 3 റെവനെ പോലെയൊക്കെ
ആവേണ്ട ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷേ വേണ്ട പ്രയോറിറ്റീസ് അവർ കൊടുക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കാരി ഇങ്ങനെയായിട്ട് മാറിയത്. ഇനിയുണ്ടൊരു സംഭവം, അതായത് നമ്മുടെ നൈമീരെ പ്രതിപാദിക്കുന്ന ഒരു സംഭവം കാണുവാൻ സാധിക്കും. അതായത് ഒരു സ്ത്രീ കുന്തം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കപ്പലിൽ കുന്തം പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഷോട്ട് ഉണ്ട്. അത് ആക്ച്വലി നൈമീരിയാണ് പ്രതിപാദിക്കുന്നത്. വലേരിയിൽ നിന്നും വെസ്ട്രോസിലേക്ക് വന്നിട്ടുള്ള നൈമീരിയാണ് ആ ഒരു സംഭവം നമ്മുടെ മുന്നിലേക്ക് എടുത്ത് കാണിക്കുന്നത്. പക്ഷേ അത് പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യമാണ്. പുള്ളിക്കാരി ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്തതല്ല, പാസ്റ്റിൽ നടക്കുന്ന കാര്യമാണ്. ആൻഡ് ഫൈനലി ഒരു മേജർ സ്പോയിലർ, ഹൗസ് ഓഫ് ദ ഡ്രാഗൺ എന്ന് പറയുന്ന സീരീസിൻ്റെ തന്നെ ഏറ്റവും വലിയ സ്പോയിലർ അവിടെ ഒരു വാളിൽ വരച്ച് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് കണ്ടിട്ട് അത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിൽ വെക്കുക. ഓൾറെഡി ഗെയിം ഓഫ് ത്രോൺസിലൂടെ ആ ഒരു സ്പോയിലർ നമുക്ക് കിട്ടിയിരുന്നു. എത്ര ആൾക്കാർ ഓർക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ബുക്ക് വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു ഡ്രോയിങ് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് സംഭവം എന്ന്. പക്ഷേ നിങ്ങൾ ദയവ് ചെയ്ത് അത് പോയി കമൻറ്റ് ബോക്സിൽ ഇടരുത്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുറേ എണ്ണം ഇതുപോലെ സ്പോയിലർ ഇടുന്ന കാണുവാൻ സാധിക്കും. അതായത് ഇന്ന ഡ്രാഗണെ ഇന്നയാൾ പറത്തും, ഇന്ന കാര്യങ്ങൾ ഇന്ന പോലെ സംഭവിക്കും. നിങ്ങൾക്ക് ഹിൻറ്റ് കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആൾക്കാർക്ക് മനസ്സിലാകാത്ത രീതിക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഹിൻറ്റായിട്ട് കൊടുത്തു. പക്ഷേ ഇതുപോലെ സ്പോയിലർ അടിച്ച് കാണാനിരിക്കുന്നവൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ദയവ് ചെയ്ത് റൂയിൻ ചെയ്യരുത്. നിങ്ങൾ മാക്സിമം കാര്യങ്ങൾ പറയുമ്പോഴത്തേനും സ്പോയിലർ ഒഴിവാക്കി തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതുപോലൊരു സ്പോയിലർ ഷോട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഷോയുടെ ഫ്യൂച്ചർ എന്താണെന്ന് അറിയാൻ ഒരു സാധ്യതയില്ലാത്ത ആൾക്കാർക്ക് അത് മനസ്സിലായി എന്ന് വരത്തില്ല. അപ്പം നിങ്ങൾ മനസ്സിലാവുന്ന ആൾക്കാർ അത് മനസ്സിൽ വെക്കുക. അല്ലാത്ത ആൾക്കാർ അതെന്താണെന്ന് ചിന്തിച്ച് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഹൗസ് ഓഫ് ദ ഡ്രാഗൺ എൻഡ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരി ഹെലന ടർഗിയറിൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകാൻ സാധിക്കും. ഇതുപോലെ ഒരുപാട് ഡ്രോയിങ്സ് ഉണ്ട്. ഒരുപാട് ഡ്രോയിങ്സ് ആ ഭിത്തിയിൽ കാണുവാൻ സാധിക്കും. എല്ലാ സംഭവങ്ങളും എനിക്ക് എണ്ണി പറയാൻ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഹെലന ടർഗിയറിൻ എന്ന് പറയുന്ന ക്യാരക്ടർ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ള ഒരാളാണ്. പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ കേട്ടിരുന്നു എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഗ്രീൻസ് കേട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്കൊരു ഈസി ആയിട്ടുള്ള വിജയം നമുക്ക് ഈ ഒരു ഡാൻസ് ഓഫ് ദ ഡ്രാഗൺസിൽ നിന്ന് കാണുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ആരും തന്നെ പുള്ളിക്കാരി പറയുന്നത് കേൾക്കുന്നില്ല. കാരണം വിയർഡായിട്ടാണ് പറയുന്നത്. ഇത് മാത്രമല്ല, ഒരുപാട് പ്രഡിക്ഷൻസ് സീസൺ 1 നടത്തിയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതിൻ്റെ ബാക്കിയായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇനിയും മേ ബി പുള്ളിക്കാരുടെ ആ ഒരു വാളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ പല ഡ്രോയിങ്സ് നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാവരും ഹെലന ടർഗിയറിനെ ഇനി കാണുന്ന സമയത്ത് പുള്ളിക്കാരിയെ കാണിക്കുന്ന ഈച്ച് ആൻഡ് എവരി ഷോട്ടിൽ ഒന്ന് ഡീപ്പായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കുക. എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഫ്യൂച്ചറിലെ പ്രഡിക്ഷൻസ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ ഈ ഒരു വാളിനകത്തുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ഡ്രോയിങ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ട് അതിനെപ്പറ്റി പറയണമെന്നുണ്ടെങ്കിലും സ്പോയിലർ അല്ലാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും അവിടുത്തെ കമൻറ്റ് ബോക്സിലൊന്ന് വന്ന് പറഞ്ഞേക്കുക. നമുക്ക് ആ കാര്യങ്ങളും കൂടെ പിന്ന് ചെയ്ത് വെച്ച് ബാക്കിയുള്ള ആൾക്കാരെ കാണിക്കാം. സോ ഇത്രയേ ഉള്ളൂ. അതായത് ഹെലന ടർഗിയറിൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള പ്രഡിക്ഷൻ മാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിക്ക് മേലെ ഒന്നും ഇല്ല.